Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികം. രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. അനുസ്മരണ സമ്മേളനം ഡിസംബർ 20-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗിന്റേതെന്നും PMA സലാം. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി കന്നിക്കൊട്ടിലിന് മുഹൂർത്ത കുറ്റിയടിച്ചു. ജന്മാശാരി PV രാഘവനാചാരി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും അനാസ്ഥയെന്ന ആരോപണം. മാടായി കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പഴയങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കരിവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികം. രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. 20-ന് നടക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കരിവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികം വിപുലമായ രീതിയിലാണ് ഇത്തവണ നടക്കുന്നത്. വാർഷികത്തിന്റെ ഭാഗമായി രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. പെരണം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ബലികുടീരത്തിൽ നിന്നും അറക്കുളവൻ കുഞ്ഞമ്പു അത്ലറ്റുകൾക്ക് കൈമാറിയ രക്തപതാക അത്ലറ്റുകൾ റിലേയായി വൈകുന്നേരത്തോടെ രക്തസാക്ഷി നഗറിൽ എത്തിച്ചു. നിരവധി ബൈക്കുകളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് രക്തപതാക രക്തസാക്ഷി നഗറിൽ എത്തിച്ചത്. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. നേതാക്കളായ V കുഞ്ഞികൃഷ്ണൻ, C കൃഷ്ണൻ, അഡ്വക്കേറ്റ് P സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മാധ്യമങ്ങളും ജനസമ്മതിയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പ്രഭാഷണം നടത്തി. ചായക്കടകളിലെല്ലാം പത്രവാർത്തകൾ ഉയർന്ന ശബ്ദത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ മുതിർന്ന സഖാക്കളുടെ എല്ലാം ഓർമ്മയിൽ അതുണ്ടാകും. ആ പത്രം ഒരു വീട്ടിലേക്ക് വരുത്തുന്ന രൂപത്തിലേക്കായി ഒന്നിലധികം പത്രങ്ങൾ വീട്ടിൽ വരുത്തുന്ന സാഹചര്യമുണ്ടായി. പയ്യെ ആകാശവാണി, റേഡിയോ ഉണ്ടായി. റേഡിയോ വന്നപ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാം, വാർത്ത കേൾക്കാം എന്ന രൂപത്തിലേക്കായി മാറി. പത്രത്തിന്റെ ജനകീയവൽക്കരണവും റേഡിയോയുടെ ജനകീയവൽക്കരണവും എല്ലാം 60കളിൽ 70കളിലെല്ലാം വളരെ സജീവമായി മാറി. TI മധുസൂദനൻ MLA, M രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡിസംബർ 20-ന് വൈകുന്നേരം 3:30-ന് കുണിയനിലെ നവീകരിച്ച കരിവള്ളൂർ സമര സ്മാരകം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4-ന് കുണിയൻ സമരഭൂമിയിൽ നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും 5-ന് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടക്കും. 5:30-ന് രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പന്ന്യൻ രവീന്ദ്രൻ, CS സുജാത, MV ജയരാജൻ, MV ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. മതന്യൂനപക്ഷങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് ലീഗ് നേതാവും മുൻ MLAയുമായിരുന്ന M ചടയൻ അനുസ്മരണ പരിപാടി പഴയങ്ങാടി വ്യാപാരി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കൾക്കൊപ്പം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച മദ്രാസ് കേരള അസംബ്ലി അടക്കം സാമാജികനായിരുന്ന M ചടിയൻ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യയിലെ 15% വരുന്ന സവർണ ഫാസിസ്റ്റുകൾ 85% വരുന്ന ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിനു വേണ്ടിയാണ് കേന്ദ്രഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും PM A സലാം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ഇന്നും ദളിതർ സവർണരാൽ അവഹേളിക്കപ്പെടുകയാണ്. ദളിത് ശാക്തീകരണത്തിനു വേണ്ടി ദളിത് ലീഗിനോടൊപ്പം ചേർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമെന്നും PM A സലാം പറഞ്ഞു. മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ പുരോഗതിയും ക്ഷേമവും അവകാശ സംരക്ഷണവുമാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരു പക്ഷേ മുസ്ലിങ്ങളെക്കാൾ പീഡനം അനുഭവിക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമൂഹമാണ് ദളിത് സമൂഹം. അനുസ്മരണ സമിതി ചെയർമാൻ AP ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ദളിത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ EP ബാബു പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. മികച്ച സംഘാടകനായി സംസ്ഥാന ദളിത് ലീഗ് ഏർപ്പെടുത്തിയ ഉപഹാരം ചടങ്ങിൽ വെച്ച് AP ബദറുദ്ദീന് PM A സലാം കൈമാറി. ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ, ട്രഷറർ S കുമാരൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് KV മുഹമ്മദ് അലി, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സയ്യിദ്, മണ്ഡലം പ്രസിഡന്റ് SKP സഖറിയ, ഗഫൂർ മാട്ടൂൽ, PV ഇബ്രാഹിം മാസ്റ്റർ, SU റഫീഖ്, സോമൻ പുതിയാട്ട്, വേലായുധൻ മഞ്ചേരി, പ്രകാശൻ പറമ്പൻ, രമേശൻ ഏരിപ്പുറം, P പ്രേമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി കന്നിക്കൊട്ടിലിന് മുഹൂർത്ത കുറ്റിയടിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ജന്മാശാരി PV രാഘവൻ ആചാരി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിപുലമായ രീതിയിലാണ് നടക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കൊട്ടിലിന് മുഹൂർത്ത കുറ്റിയടിച്ചു. ജന്മാശാരി PV രാഘവൻ ആചാരി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചത്. 7 കാരണവന്മാർക്കും അന്തിത്തിരിയനും നർത്തകന്മാർക്കും ബാല്യക്കാർക്കുമൊപ്പം ജന്മാശാരി മുഴക്കോലും എടൂളിയും വാളവുമായി കഴത്തിലെ പള്ളിയറകൾ വലം വച്ച ശേഷമാണ് പഴയ ഭണ്ണാരപ്പുരയുടെ കന്നിമൂലയിൽ എത്തി സ്ഥാനികന്മാരുടെ അനുമതിയോടെ ഉണക്കലരി, അവിൽ, മലർ നിവേദിച്ച് ധൂപം കാട്ടി ഗണപതി സ്തുതി ചൊല്ലി ഗണപതിയെ പ്രീതിപ്പെടുത്തിയത്. ജന്മാശാരി ഭഗവതിയുടെ പള്ളിയറയുടെ അളവിൽ കന്നിക്കൊട്ടിൽ നിർമ്മിക്കുന്നതിന് നിര്യതിക്കോണിൽ മുഹൂർത്ത കുറ്റിയടിച്ചു. പെരുങ്കളിയാട്ടം തുടങ്ങിയാൽ ഭഗവതി സാന്നിധ്യം ഈ കന്നിക്കൊട്ടിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പള്ളിയറയുടെ അതേ അളവിലാണ് കന്നിക്കൊട്ടിൽ നിർമ്മിക്കുക. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കലവറകളും അടുക്കളയും വല്ലവും നാലിലപ്പന്തലും ഭക്ഷണശാലയുമൊക്കെ നിർമ്മിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാടായി കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പഴയങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാടായി കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംയുക്തമായി പഴയങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് മകളെ മാപ്പ് എന്ന പേരിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല നടത്തിയത്. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി, ആ പ്രതിയെ നിരുപാധികം കോടതി വിട്ടയക്കുന്ന ദയനീയമായ ഒരു രംഗം കേരളീയ മനസാക്ഷിക്ക് മുന്നിൽ വിറങ്ങലിച്ചു പോകുന്ന അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ആ വിധി ആ രീതിയിൽ ആ പ്രതിയെ വെറുതെ വിട്ടത് എന്നുള്ള കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂനത്തറ മോഹനൻ അധ്യക്ഷത വഹിച്ചു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, NG സുനിൽ പ്രകാശ്, കക്കപ്രവൻ മോഹനൻ, സന്ദീപ് പാണപ്പുഴ, ബേബി ആന്റണി, PV ധനലക്ഷ്മി, റീന സുരേഷ്, മടപ്പള്ളി മംഗള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യുവശക്തി കാറമേൽ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല യുവശക്തി വോളിക്ക് കാറമേലിൽ തുടക്കമായി. MLA TI മധുസൂദനൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
യുവശക്തി കാർമേൽ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല യുവശക്തി വോളിബോൾ ടൂർണമെന്റ് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വിജയത്തിനായി അല്പസമയത്തിനകം ഇതാണ് റഫറിയുടെ വിസിൽ മുഴക്കം. മുൻ ഇന്ത്യൻ വോളി താരം കിഷോർ കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വോളിബോൾ ടൂർണമെന്റുകൾ പയ്യന്നൂരുകാർക്ക് സാധ്യമാക്കിയിട്ടുള്ള മധുകണ്ഠൻ, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട വോളിബോൾ താരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഇവിടെ അധ്യക്ഷ പ്രസംഗൻ പറയുകയുണ്ടായി വോളിബോള് ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. കാരണം 8 കിലോമീറ്റർ അകലെ പയ്യന്നൂരിൽ ഒരു കളി വെക്കുകയാണെങ്കിൽ 10,000-ങ്ങളോളം ആളുകൾ അകത്ത് കയറുകയും 100 ആളുകൾ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നായ പയ്യന്നൂരിൽ 7-8 കിലോമീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന ഈ സ്ഥലത്ത് വോളിബോളിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സംഘാടക സമിതി ചെയർമാൻ പി.വി. മനോജ് അധ്യക്ഷത വഹിച്ചു. കെ.വി. സുധാകരൻ, ഇ. ഭാസ്കരൻ, ടി. ദാക്ഷായിണി, എ. മിഥുൻ, ഇ. അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വി.എൻ. എരിപുരത്തിന്റെ 4ാം ചരമവാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻ എം.എൽ.എ. കെ.പി. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വി.എൻ. എരിപുരത്തിന്റെ 4ാം ചരമവാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആചരിച്ചു. അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. മുൻ എം.എൽ.എ. കെ.പി. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഭരണവീടുകളിലും വിവാഹം നടക്കുന്ന ചടങ്ങുകളിലും സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരു സാന്നിധ്യമായിരുന്നു. അക്കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു വി.എൻ. എരിപുരം നാട്ടിലെമ്പാടും. അത് ഒരു ആത്മാർത്ഥതയുടെ ഭാഗമാണ്, ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല. മരണവിവരം പറഞ്ഞ് അവിടെ എത്തുന്നതും മരണാനന്തരമുള്ള നടപടി ക്രമങ്ങളൊക്കെ അത് കഴിയുന്നതുവരെ അവിടെ കാത്തിരിക്കുന്നതും ആ കുടുംബങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ. ബ്ലോക്ക് പ്രസിഡന്റ് കെ. ജയരാജന്റെ അധ്യക്ഷതയിൽ കെ.പി.സി.സി മെമ്പർ എം.പി. ഉണ്ണികൃഷ്ണൻ, എം. നാരായണൻകുട്ടി, ഡി.സി.സി ഭാരവാഹികളായ എം.കെ. രാജൻ, എ.പി. നാരായണൻ, പി. ലളിത ടീച്ചർ, വി.സി. നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ സമരവാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും വീട്ടുമുറ്റ സദസ്സും സംഘടിപ്പിച്ച് യുവകലാസാഹിതി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CP മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സമരവാർഷികത്തിന്റെ ഭാഗമായാണ് യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ വീട്ടുമുറ്റ സദസ്സും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CP മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് കരിവള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ 77ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പിലേത്തെ ദിവസങ്ങളിൽ തിരക്കേറെയുണ്ടായ ദിവസമാണെങ്കിലും ഇങ്ങനെയൊരു ആശയവുമായി യുവകലാസാഹിതി രംഗത്തിറങ്ങിയതിനെ ഞാനേറെ അഭിമാനത്തോടുകൂടിയാണ് ആ ചടങ്ങിനെ കാണുന്നത്. കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സാംസ്കാരിക പ്രതിരോധം ഉയർന്നുവരേണ്ട കാലമാണിതെന്ന് CP മുരളി പറഞ്ഞു. യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയകുമാർ കരിവള്ളൂർ അധ്യക്ഷനായി. കരിവള്ളൂർ രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ. നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ. വിനോദ് കുമാർ, പപ്പൻ കുഞ്ഞിമംഗലം, കരിവള്ളൂർ രാജൻ, കെ.വി. പത്മനാഭൻ, എം. സതീശൻ, എ.വി. രാധാകൃഷ്ണൻ, കരിമ്പിൽ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 7ാം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 7ാം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് വികസന സെമിനാർ.
നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്താൻ നമുക്ക് പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടും തനത് വരുമാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സമഗ്രമായിട്ടുള്ള പദ്ധതി രൂപീകരിക്കണമെന്നതാണ് നമ്മുടെ ഗ്രാമസഭകളിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി. നടപ്പ് വർഷത്തെ പദ്ധതി അവലോകനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അനിൽകുമാർ 2024-25 വർഷത്തെ കരട് പദ്ധതി അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, ഏഴോം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡി എൻ പ്രമോദ്, സി പി മുഹമ്മദ് റഫീഖ്, ഒ വി നാരായണൻ, പി നാരായണൻകുട്ടി, കെ ചന്ദ്രൻ, കെ പി മോഹനൻ, ഇ ടി വേണുഗോപാലൻ, പി സി രാഘവൻ, എ പി ജയശീലൻ, എം ചന്ദ്രശേഖരൻ, അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവ്വായി സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KT ഹരീഷ് പ്രസിഡന്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റി ചുമതല ഏറ്റെടുത്തു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവ്വായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ AP നാരായണൻ, P ലളിത ടീച്ചർ, VC നാരായണൻ, UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ്, CMB ജില്ലാ സെക്രട്ടറി B സജിത്ലാൽ, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറോം, N ഗംഗാധരൻ, AP രഞ്ജിത്ത്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ PV പ്രിയ, MV വത്സല, ലതാ നാരായണൻ, വാസന്തി അന്നൂർ, ലതിക വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രമുഖ ആയുർവേദ ഡോക്ടറും ജ്യോതിഷിയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ഡോക്ടർ കെ മാധവ പൊതുവാളുടെ 37ാം ചരമവാർഷിക ദിനാചരണം അന്നൂർ കേളപ്പൻ സെന്റർ പരിസരത്ത് നടന്നു. കെ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കെ മാധവ പൊതുവാളുടെ 37ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അന്നൂർ കേളപ്പൻ സെന്റർ പരിസരത്ത് നടന്ന പരിപാടിയിൽ പി കമ്മാര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപക്ഷെ അയാൾ അനുസ്മരിക്കപ്പെടാതെ പോയതിന്റെ ഒരു കാരണം അദ്ദേഹം ഇവിടെയുള്ള പൊതു രാഷ്ട്രീയ ധാരയുടെയോ പൊതു ചിന്താഗതികളുടെയോ യാഥാസ്ഥിതികത്വത്തിന്റെയോ പക്ഷത്തായിരുന്നില്ല എന്നുള്ളതാണ്. VM ദാമോദരൻ മാസ്റ്റർ, P അപ്പക്കുട്ടൻ മാസ്റ്റർ, സദനം നാരായണൻ, AKP നാരായണൻ, P പത്മനാഭൻ, CP നാഗരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദളിത് ലീഗ് നേതാവും മുൻ MLAയുമായിരുന്ന M ചടയന്റെ ഓർമ്മ ദിനം സംസ്ഥാന ദളിത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓർമ്മ ദിനത്തിൽ ചടയന്റെ പഴയങ്ങാടി BV റോഡിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിന്റെ അവകാശ താൽപര്യങ്ങൾക്കു വേണ്ടി നിരവധി സമര പോരാട്ടങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകുകയും മുസ്ലിം ലീഗ് സ്ഥാപക നേതാക്കളോടൊപ്പം നിന്ന് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ് M ചടയൻ. മദ്രാസ്, കേരള നിയമസഭകളിൽ MLA ആയി മികച്ച പ്രവർത്തനം നടത്തിയിരുന്നു. മാടായിയിൽ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് പിന്നോക്ക ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകി. ജാതിമത വ്യത്യാസമില്ലാതെ ഏവരെയും ചേർത്തുപിടിച്ച നേതാവായിരുന്നു M ചടയൻ. M ചടയന്റെ 51ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം പുലർത്തിയ ഒരു സമ്പന്ന നേതാവാണ്. ദളിത് വിഭാഗത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു സമ്പന്നൻ എന്ന നിലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് നമ്മുടെ ബഹുമാന്യനായ M ചടയൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ കക്കാടപ്പുറത്ത് LP സ്കൂൾ വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് LP സ്കൂൾ പ്രവർത്തിച്ച് വരാനിടയായത്. M ചടയന്റെ BV റോഡിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അനുസ്മരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, AP ബദറുദ്ദീൻ, ശശിധരൻ മണാലയ, സോമൻ പുതിയാത്ത്, പ്രകാശൻ മുച്ചിക്കൽ, രമേശൻ ഏരിപ്രം, സഹീദ് കായിക്കാരൻ, SKP സഖറിയ, ഗഫൂർ മാട്ടൂൽ, SU റഫീഖ്, B അഷറഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ ഗ്രാമം പ്രതിഭ സാഹിത്യ സദസ്സ് പരമ്പര ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഗ്രാമം പ്രതിഭ സംഘടിപ്പിക്കുന്ന
സാഹിത്യ സദസ് പരമ്പരയുടെ ആദ്യ പരിപാടിയായി ജലജ രാജീവ് രചിച്ച നോവൽ അങ്ങനെ അങ്ങനെയെക്കുറിച്ച് ചർച്ച നടന്നു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പരമ്പര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിഷി ലീല ജോർജ് പുസ്തക ചർച്ച നയിച്ചു. PU രാജൻ അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പെരിയച്ചൂർ, ഡോക്ടർ EV പ്രദീപൻ, KK ബാലഗോപാലൻ, VK നളിനി ടീച്ചർ എന്നിവർ അനുഭവം പങ്കുവച്ചു. M മോഹനൻ മാസ്റ്റർ സംസാരിച്ചു. ജലജ രാജീവ് മറുപടി പ്രസംഗം നടത്തി. സാഹിത്യ സദസ് 2024 ജനുവരി മാസം പരമ്പരയിലെ രണ്ടാമത്തെ പരിപാടി ഡോക്ടർ RC കരിപ്പത്തിന്റെ ഓർമ്മകൾ പൂക്കുന്ന മരം എന്ന പുസ്തകത്തെ ആധാരമാക്കി പ്രമുഖർ പങ്കെടുക്കുന്ന ചർച്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഉത്തരമേഖലാ കബഡി ടൂർണമെന്റോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കമായത്. കരിവെള്ളൂർ അയത്രവയൽ സാന്ത്വന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 35ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഉത്തരമേഖലാ കബഡി ടൂർണമെന്റോടുകൂടിയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. മാന്യഗുരു UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കബഡി ടൂർണമെന്റും വാർഷികവും TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ കലാസാംസ്കാരിക കായിക സംഘടനയും മുന്നോട്ടേക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട്. സാന്ത്വനം കഴിഞ്ഞ 35 വർഷമാണ് ഈ ദിശയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ പട്ടിക തന്നെയുടെ വിവരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു മുഖ്യാതിഥിയായി. ക്ലബ്ബ് പ്രസിഡന്റ് M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV സുകുമാരൻ, TV നാരായണൻ മാസ്റ്റർ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, K നാരായണൻ, KV മധു തുടങ്ങിയവർ സംസാരിച്ചു. IYC അച്ചാന്തുരുത്തി കബഡിയിൽ ജേതാക്കളായി. AK ജിയോരി 2ാം സ്ഥാനം നേടി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രുതിലയ സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. ഈ മാസം 29 വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വിവിധ പരിപാടികളോടെ അനുസ്മരണ സമ്മേളനം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ശ്രുതിലയ സംഗീത കൂട്ടായ്മ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ അനുസ്മരണം അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായ ഡിസംബർ 21 നടത്തും. വൈകിട്ട് 3 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വിവിധ പരിപാടികളോടെ അനുസ്മരണ സമ്മേളനം നടക്കും. പ്രശസ്ത സംഗീതജ്ഞൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തും. പരിപാടിയോടനുബന്ധിച്ച് കൈതപ്രം വിശ്വനാഥൻ മാസ്റ്ററുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 മുതൽ 25 വയസ്സ് വരെ പ്രായപരിധിയിൽ വരുന്നവരുടെ ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV സുരേന്ദ്രൻ, P വേണു, രമേശൻ പെരിന്തട്ട, സുധീർ മാവില, പ്രവീൺ പടോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. ചെമ്പല്ലിക്കുണ്ട് വയലപ്ര റോഡരികിലാണ് കാട് വളർന്ന് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചെമ്പല്ലിക്കുണ്ട് വയലപ്ര റോഡരികിലാണ് കാട് വളർന്നത് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചയാണ്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് റോഡരികിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാടുള്ളത്. വയലപ്ര പാർക്കിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നിരവധി പേർ വരുന്ന പ്രധാന റോഡരികിലാണ് ഇത്തരത്തിൽ കാട് വളർന്നിരിക്കുന്നത്. കാട്ടിലേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയപ്പെടുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ഇത്തരത്തിൽ കാട് വളർന്നു നിൽക്കുന്നത് അപകട സാധ്യത വരുത്തുന്നതിനാൽ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വണ്ടിപ്പെരിയാറിലെ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും കൂട്ടുനിന്നു എന്നാരോപിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിലെ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച പ്രതിയെ രക്ഷിക്കാൻ ഒത്തുകളിച്ച പിണറായി പോലീസിന്റെ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ആ പ്രതി അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന DYFIയുടെ നേതാവാണ് അർജുൻ. ഈ പ്രതിയെ പിടിച്ച് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു. ആ കേസിന്റെ നടത്തിയത് TD സുനിൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ വണ്ടിപ്പെരിയാർ DYSP. ആ DYSP അന്വേഷണം മുഴുവൻ ടോർപ്പേഡ് ചെയ്ത്
ആ അടിസ്ഥാനപരമായി സാങ്കേതികപരമായി അന്ന് ആ കൊച്ചു പെൺകുട്ടിയുടെ മരണത്തിൽ നിന്നും മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളെ ആ സമയത്ത് രേഖപ്പെടുത്തി ആ കുട്ടിയുടെ വസ്ത്രവും ആ മുറിയിലെ സാധനങ്ങളുമെല്ലാം സയന്റിഫിക് പരിശോധനയ്ക്ക് അയക്കേണ്ടുന്ന സമയത്ത് അതിലെല്ലാം വീഴ്ച വരുത്തിക്കൊണ്ട് പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം ആ ഒരു നിമിഷം തൊട്ട് തുടങ്ങിയതാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KM കോമളവല്ലി, സുമ സുധാകരൻ, PP നാരായണി, T കരുണാകരൻ, KM തമ്പാൻ, K ഹരിദാസ്, PP ശേഖരൻ, KA നിധിൻ, K ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ശ്രീനാരായണ ഗുരു വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അനുബന്ധമായി വിവിധ ആരോഗ്യ പരിശോധനകളും നടന്നു. DYSP KE പ്രേമചന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടോത്ത് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് മംഗലാപുരം AJ ആശുപത്രി, ലയൺസ് ക്ലബ്ബ് പെരുമ്പ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പും യൂറോളജി, ഗൈനക്കൽ, അസ്ഥിരോഗം എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പും സംഘടിപ്പിച്ചത്. കണ്ടോത്ത് നടന്ന പരിപാടി പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വെളിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെയേറെ സഹായകരമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ ഒട്ടേറെ മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പം അതിൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ സംഘടനകളും വ്യക്തികളും ഒക്കെ ഇതിൽ നേതൃത്വം കൊടുക്കുകയാണ്. അതിലൊരു ഭാഗമാണ് നമ്മുടെ ലയൺസ് ക്ലബിൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിലൂടെ നടക്കുന്നത്. അഡ്വക്കേറ്റ് P പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. KU വിജയൻ അധ്യക്ഷനായി. T രാഘവൻ, ഡോക്ടർ M ഹരിദാസ്, ഡോക്ടർ സുജ വിനോദ്, MMV മുഹമ്മദ് ഇക്ബാൽ, ഷാൻഡി ബാബു, ഡോക്ടർ ജയശേഖരൻ, പ്രീതം, KV ഷീബ, KK നവജിത്ത്, S രാമസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന M നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന M നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ NV രാജൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ K ബാലൻ, KM ചന്തുക്കുട്ടി, T ചന്ദ്രമതി, ഇന്ത്യൻ വോളിബോൾ കോച്ചായിരുന്ന T ബാലചന്ദ്രൻ, M അനിൽകുമാർ, M കരുണാകരൻ, TK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024 ഫെബ്രുവരി 15 മുതൽ 17 വരെ പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബ്ബ് ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അതുപോലെ തന്നെ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനം, അതുപോലെ തന്നെ അവരുടെ കലാമേളകളൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ അവരെ കൈപിടിച്ചു വെക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വർഷം അതെല്ലാ വർഷവും നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അവർക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള സ്കോളർഷിപ്പ് നമ്മളിപ്പോൾ ഈ വർഷം ഇപ്പോൾ നൽകുന്നുണ്ട്, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേക ഉപകരണങ്ങൾ നമുക്ക് വേണം. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. TV ഉണ്ണികൃഷ്ണൻ, MD സബിത, P സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 വർഷത്തേക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പയ്യന്നൂർ NABH അംഗീകാര സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. MLA TI മധുസൂദനൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സുരേഷ് ബാബു ML NABH അംഗീകാര സർട്ടിഫിക്കറ്റ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സഹകരണാശുപത്രി ഇവിടെ ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് അതിന് ചുമതലകളിൽ ഒഴിഞ്ഞിരുന്നെങ്കിലും കുറച്ച്
ഭീതിയോട് കൂടിയിട്ടാണ് ഇവരെ ഞങ്ങൾ നോക്കിയത്. ഇവര് പയ്യന്നൂരിലെ സഹകരണ രംഗത്തെ ആ ടീമിന് ഭീഷണിയായിരുന്നു. ആശുപത്രി എത്ര കൂടിയാലും രോഗികളുടെ ലഭ്യതയ്ക്ക് കുറവുണ്ടാവില്ല എന്നത് ഇവർ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ നിരവധിയായിട്ടുള്ള നേത്ര ആശുപത്രികളുണ്ട്. വളരെ നല്ല നിലയ്ക്ക് ആരോഗ്യരംഗത്ത് ഉന്നത ഗുണനിലവാരം ഉറപ്പാക്കുവാൻ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഹോസ്പിറ്റലുകൾക്കു നൽകുന്ന അംഗീകാരമാണ് NABH. ഡോക്ടർ സുരേഷ് ബാബു PM അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി. K സുകുമാരൻ, മുകേഷ് അത്തായി, ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ബ്രാഞ്ചുകളിലെ സ്റ്റാഫുകൾ, ഡോക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ ബ്രാഞ്ചുകളിലെ സ്റ്റാഫുകളുടെ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിളയാങ്കോട് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെയും ഓട്ടിസം ക്ലബിന്റെയും NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു. തരീമുൽ ഇസ്ലാം ട്രസ്റ്റ് വൈസ് ചെയർമാൻ അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിളയാങ്കോട് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിന്റെയും ഓട്ടിസം ക്ലബിന്റെയും NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദ്വിദിന ക്യാമ്പാണ് കോളേജിൽ സംഘടിപ്പിച്ചത്. രക്ഷിതാക്കൾക്കുള്ള അവബോധ ക്ലാസുകൾ, കുട്ടികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ്, റോഡ് സേഫ്റ്റി റാലി തുടങ്ങിയവ നടന്നു. കൂടാതെ കുട്ടികളുടെ സവിശേഷ കഴിവുകൾ കാഴ്ചവെക്കുവാനുള്ള വേദി കൂടിയായി മാറി ക്യാമ്പ്. പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇസ്ഹാഖ്, ഓട്ടിസം കേരള ഡയറക്ടർ ഡോക്ടർ അബൂബക്കർ, നസീർ, ഹാജറ PS, റസീന വിറാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 20 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9495 082813 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ സമരത്തിന്റെ 77ാം വാർഷികം രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ K നാരായണൻ പതാക ഉയർത്തി. അനുസ്മരണ സമ്മേളനം ഡിസംബർ 20 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗിന്റേതെന്നും PMA സലാം. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി കന്നിക്കൊട്ടിലിന് മുഹൂർത്ത കുറ്റിയടിച്ചു. ജന്മാശാരി PV രാഘവനാചാരി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും അനാസ്ഥയെന്ന ആരോപണം. മാടായി കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പഴയങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.